ഹായ് എവരി വൺ. ഗലാത്യ ലേഖനത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 5-ാമത്തെ അധ്യായമാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ തീം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ തുടരുക, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങരുതെന്നുള്ളതാണ്. എന്തിൽ നിന്നുമാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത്? ന്യായപ്രമാണത്തിൽ നിന്ന് കൃപയുടെ വിശ്വാസത്താലും സുവിശേഷത്തിലേക്ക് നമ്മളെ ക്രിസ്തു സ്വതന്ത്രരാക്കി. വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളെ വിശ്വസിച്ച് അതിലൂടെ ഒരു നീതീകരണം അന്വേഷിക്കുന്ന തരത്തിലേക്ക് അതപ്പതിച്ചു പോകരുത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളിലേക്ക് അടിമപ്പെട്ടു പോകരുതെന്നാണ് പൗലോസ് ഗലാത്യ സഭയെ പ്രബോധിപ്പിക്കുന്നത്. വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോയാൽ അഥവാ പരിച്ഛേദന സ്വീകരിച്ചാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഈ പാതി വിശ്വാസവും പാതി ന്യായപ്രമാണവും, അല്ലെങ്കിൽ പാതി കൃപയുടെ പ്രമാണവും പാതി ന്യായപ്രമാണവും അങ്ങനെ ഒരുമിച്ച് പോകാൻ സാധ്യമല്ല എന്ന് 4-ാം അധ്യായത്തിൽ ഇസഹാക്കിൻ്റെയും ഇസ്മായിലിൻ്റെയും ഉദാഹരണം കൊണ്ട് തന്നെ പൗലോസ് ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, പരിച്ഛേദന ഏൽക്കുന്നവൻ ന്യായപ്രമാണം മുഴുവൻ പാലിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഒന്നിൽ പിഴച്ചാൽ പോലും മുഴുവനും തെറ്റിപ്പോയി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ 100 മാർക്കുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ മാനസികമായി പറയുവാണെങ്കിൽ 100 മാർക്കുള്ള ക്വസ്റ്റ്യൻ എഴുതുക, 99 നിങ്ങൾ ശരി എഴുതി, 100ാമത്തത് മാത്രം തെറ്റിപ്പോയി. നമ്മുടെ ലോകത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റം അനുസരിച്ച്, അല്ലെങ്കിൽ പരീക്ഷാ രീതി അനുസരിച്ച് അദ്ദേഹത്തിന് 99% മാർക്ക് കിട്ടി. ഒന്നിൽ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അദ്ദേഹം പരാജയപ്പെട്ടില്ല, അദ്ദേഹം ജയിച്ചവനാണ്. പക്ഷേ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ നാം പരിശോധിച്ചാൽ 100ൽ 99 തെറ്റിപ്പോയി ശരിയാക്കിയിട്ട് 1 മാത്രം തെറ്റിപ്പോയാൽ 100ഉം തെറ്റിയെന്നാണ് അർത്ഥം. നിങ്ങളുടെ മാർക്ക് 0 എന്നാണ്. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് പരിച്ഛേദന മാത്രം സ്വീകരിച്ചാൽ പോരാ, ന്യായപ്രമാണം മുഴുവനും പാലിക്കുവാൻ അവൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. സോ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന ആളുകൾ 2 കാര്യങ്ങളിൽ വീണു പോയെന്ന് 5-ാം അധ്യായത്തിൽ പൗലോസ് ചൂണ്ടിക്കാണിക്കും. 1, ക്രിസ്തുവിൽ നിന്ന് അവൻ വേർപെട്ടു പോയി. 2, കൃപയിൽ നിന്ന് വീണുപോയി. കാരണം ക്രിസ്തുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ്. മറ്റധ്യായങ്ങളിൽ സൂചിപ്പിക്കാത്തൊരു വിഷയമാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഇതാണ് 5-ാം അധ്യായത്തിൽ മറ്റ് 4 അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നൊരു സബ്ജക്റ്റ്, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. റോമാലേഖനം 5-5 പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. സോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നതിലൂടെ ദൈവസ്നേഹത്തെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് ജനിപ്പിക്കുകയാണ്. കൃപയുടെ സുവിശേഷം എന്ന സത്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിയത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. കാരണം നിങ്ങളെ വിളിച്ചവൻ വിശ്വാസത്താലാണ് നിങ്ങളെ നീതീകരിച്ചു വിളിച്ചത്. സോ നിങ്ങൾക്ക് തോന്നും ഇതൊരു ചെറിയ കാര്യമല്ലേ, അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ മനസാക്ഷിയെയും പൂർണ്ണമായും ബലഹീനപ്പെടുത്തുന്നു എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. സോ എനിക്കിനി പരിച്ഛേദന പ്രസംഗിക്കാൻ കഴിയുകയില്ല. കാരണം പരിച്ഛേദന പ്രസംഗിക്കാൽ ഞാൻ വീണ്ടും പൊളിച്ചതിനെ പണിയുന്നുവെന്നർത്ഥം. നിങ്ങളെ ഇനി പരിച്ഛേദനയ്ക്കായി നിർബന്ധിക്കുന്നു, ഒരു കൂട്ടം പേര് നിങ്ങൾ പരിച്ഛേദന ചെയ്തേ മതിയാകുമെന്ന് ഗലാത്യ സഭയെ നിർബന്ധിക്കുമ്പോൾ ആ വ്യക്തികളെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അവർ അംഗച്ഛേദനം ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവരുടെ അവയവത്തെ മുറിച്ച് കളയുന്നതാണ് നല്ലത് അവരിങ്ങനെ പ്രസംഗിക്കുന്നതിനേക്കാൾ. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയും, പക്ഷേ ആ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാകരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. എന്നുവെച്ചാൽ ജഡീക പാപങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം ഉള്ളൊരു ലൈസൻസ് അല്ല കൃപ, പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല കൃപ എന്ന് പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അന്യോന്യം സ്നേഹം കൊണ്ട് ശുശ്രൂഷിക്കുക. മുഴുവൻ ന്യായപ്രമാണത്തെയും ഒരൊറ്റ വാക്യത്തിൽ പൗലോസ് ഇവിടെ അടക്കം ചെയ്യുക. എന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നൊരൊറ്റ വാക്യത്തിൽ മുഴുവൻ ന്യായപ്രമാണം ഉൾപ്പെടുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് നാം എന്താണ് ഉപദേശങ്ങളെ ചൊല്ലി തമ്മിൽ തർക്കിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് തമ്മിൽ ഒടുങ്ങിപ്പോകുവാൻ കാരണമായി തീരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവം തൻ്റെ സ്നേഹത്തെ നമുക്ക് തന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 16-ാം വാക്യം മുതൽ ശ്രേഷ്ഠമായൊരു ഉപദേശം അദ്ദേഹം നൽകുകയാണ്. അതിങ്ങനെയാണ്,
ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. വാക്ക് അക്കോർഡിംഗ് ടു ദ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാരണം ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കയില്ല, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ആശ്രയിച്ച് നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവർ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. ന്യായപ്രമാണത്തിന് അവരുടെ മേൽ സ്വാധീനമില്ല എന്ന് 16-ാം വാക്യത്തിൽ പറഞ്ഞു. 17-ാം വാക്യത്തിൽ പറഞ്ഞ ജഡത്തിനും ആത്മാവിനും തമ്മിൽ വലിയൊരു പോരാട്ടമുണ്ട്. ആത്മാവ് ജഡത്തിനും വിരോധമായി എപ്പോഴും ശത്രുത്വം സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് തമ്മിലൊരു വലിയ പോരാട്ടം നിലനിൽക്കുന്നത് പറയുന്നു. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലത്തെയും വിശദീകരിക്കുകയാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ പിന്തുടരുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഈ അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവന് ദാസന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല. അപ്പോൾ ഇവിടെ അവകാശം, ദൈവരാജ്യത്തെ അവകാശമാക്കുക എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ദൈവരാജ്യത്തിൽ അവൻ മെച്ചുവേർഡായ ഒരു പുത്രനായി മാറാൻ കഴിയത്തില്ല. കാരണം അവൻ അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കകത്ത് ഏതെങ്കിലും ഒന്ന് അവനുണ്ടെങ്കിൽ അവൻ ശിശുവായിരിക്കുന്നു എന്നാണ് ബൈബിൾ ഭാഷ്യം. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലാംഗ്വേജ് അതാണ്. കാരണം നമുക്കറിയാം, കൊരിന്ത്യർക്ക് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നിങ്ങളോട് ആത്മീകരടെന്ന പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ജഡീകരടെന്ന പോലെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ജഡീകരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരോ കർത്താവിനെ അറിയാത്തവരോ അല്ല എന്നുള്ളതാണ് ബൈബിൾ ഭാഷ്യം. പിന്നെ ആരാണ് ജഡീകർ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ വന്നിട്ടും ഈർഷ്യ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം എന്നിങ്ങനെയുള്ള അസൂയ, കൊലപാതകം, പിണക്കം, ഇങ്ങനെയുള്ള വിദ്വേഷങ്ങൾ, ഇങ്ങനെയുള്ള വേർതിരിവുകൾ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, മറ്റെന്തിൻ്റെയൊക്കെ പേരിൽ, ഉപദേശങ്ങളുടെ പേരിൽ തമ്മിൽ കലഹിക്കുകയും അസൂയ കാണിക്കുകയും വിദ്വേഷം കാണിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അപ്പോസ്തലനായ പൗലോസ് ജഡീകരെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ശിശുക്കളായവർ, കാർണൽ പീപ്പിൾ, പ്രാകൃത മനുഷ്യൻ എന്നാണ് അവനെ പറയുന്നത്. അപ്പോൾ അവൻ ആ അവസ്ഥയിൽ നിന്ന് വളർന്ന് ഒരാത്മാവിൽ നടത്തുന്ന ഒരു ദൈവിക ക്രിസ്തുവിൻ്റെ അതേ ഭാവമുള്ള ഒരാത്മീകനായി വളരണമെന്നത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു. അതിനെയാണ് ദൈവരാജ്യത്തെ അവകാശമാക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ആളുകളുടെ പേരിൽ, ഉപദേശത്തിൻ്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഭിന്നിച്ച് നിൽക്കുമ്പോൾ സത്യം, ദൈവവചന സത്യം പറയുകയാണ്, അത് ജഡത്തിൻ്റെ പ്രവൃത്തികളത്രേ. പക്ഷേ ആത്മാവിന് പ്രവൃത്തികളില്ല, ആത്മാവിന് ഫലമാണുള്ളത്. ഒരൊറ്റ ഫലമാണ്. അതിന് 9 വിധ ക്യാരക്ടറുണ്ട്. ആ ഫലത്തിന് സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം എന്നിങ്ങനെയുള്ള 9 ക്യാരക്ടേഴ്സാണ് ആ ആത്മാവിൻ്റെ ഫലത്തിന് കൊടുത്തിരിക്കുന്നത്. സോ ജഡത്തിൻ്റെ പ്രവർത്തികളിൽ നിൽക്കുന്ന നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുക എന്നുള്ളതാണ് ഗലാത്യ സഭയ്ക്ക് 5-ാം അധ്യായത്തിലൂടെ പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. സോ പരസ്പരം കുറ്റം പറഞ്ഞും പോരിന് വിളിച്ചും ഞാൻ വലിയവനാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന പാരമ്പര്യത്തിൽ നിന്ന് വന്നിരിക്കുന്നു, എൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടേ ഞങ്ങൾ ദൈവത്തെ അറിയുന്നവരാണ്, നിങ്ങൾ ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം പോര് വിളിച്ചും വൃഥ അഭിമാനികളായും കർത്താവിൻ്റെ ശരീരത്തെ മലിനമാക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയെ മലിനമാക്കാതെ ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം എല്ലാവരും എന്നുള്ള ആ വലിയ വിശാല ഹൃദയത്തിൻ്റെ ചിന്തയോടുകൂടെ, ദൈവകൃപയുടെ യഥാർത്ഥ ചിന്തയോടുകൂടെ നമുക്ക് ക്രിസ്തുവിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഒരുമിച്ച് അനുഭവിക്കാം. വീണ്ടും നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലേക്ക്, ന്യായപ്രമാണത്തിൻ്റെ ദാസ്യത്വത്തിലേക്ക് പോകരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായത്തിൽ ഗലാത്യ സഭയെ ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. ഇതാണ് 5-ാം അധ്യായത്തിലെ നമുക്ക് അവലോകനം ചെയ്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. സോ ഗോഡ് ബ്ലെസ് യു. ഈ 5-ാം അധ്യായത്തെ നിങ്ങൾ പിന്നെയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. നാളെ നമുക്ക് ഗലാത്യ ലേഖനം 6-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.